നുറുക്ക് ഗോതമ്പ് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കണം എന്ന് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഡിന്നറിന് അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞെടുത്തു. എന്നിട്ട് ഒരു കടായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വന്നപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ സാധാരണ ഉപ്പുമാവിന് താളിക്കുന്ന പോലത്തെ ഐറ്റംസ് എല്ലാം ഇട്ടു. വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, സവാള ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി ഇച്ചിരി ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു പരുവം വരെയാണ് ചെയ്തത്. അതിനുശേഷമാണ് വെള്ളം ആഡ് ചെയ്തത്. ഈ കവറിലുള്ള ബ്രോക്കൺ വീറ്റാണ് ഞാൻ മേടിച്ചത്. എലൈറ്റിൻ്റെ ഡലിയ എന്നും പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 1 കപ്പാണ് ഞാൻ അളന്നെടുത്തത്. ഇനി വെള്ളം സാധാരണ ഉപ്പുമാവിന് ഞാൻ 1:2 റേഷ്യോയിലാണ് വെള്ളം എടുക്കുന്നത്. പക്ഷേ ഇതിന് ഇച്ചിരി വേവ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അത് കാരണം ഞാൻ കുറച്ച് കൂടുതൽ എടുക്കാമെന്ന് ഓർത്തിട്ട് 1 കപ്പ് ബ്രോക്കൺ വീറ്റിന് 2.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തത്. ഒരു പരീക്ഷണമാണ് കേട്ടോ, എന്താവുമെന്ന് നോക്കാമല്ലോ. ഇതാദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചു. ആക്ച്വലി ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. ഉപ്പ് ഇച്ചിരി ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഉപ്പ് ഇച്ചിരി ഒന്ന് പൊങ്ങി നിൽക്കണം. അതാണ് ഉപ്പുമാവിൻ്റെ പരുവം. പക്ഷേ ഞാൻ മറന്നുപോയി ഉപ്പ് ആഡ് ചെയ്യാൻ. എന്നിട്ട് അടച്ചു വെച്ച് 1 മിനിറ്റ് ആയപ്പോഴേക്കും വെള്ളം തിളച്ചു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ബ്രോക്കൺ വീറ്റ് അതിനകത്തേക്ക് ഇട്ട് വീണ്ടും നന്നായിട്ട് ആഡ് ചെയ്തു. ആ സമയത്തും ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് ആഡ് ചെയ്തില്ല എന്ന്. വീണ്ടും അടച്ചു വെച്ചു, ഒന്ന് തിളച്ച് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നേ. കാരണം ട്രാൻസ്പെറൻ്റ് അല്ലാത്ത കടായി ആയത് കാരണം അകത്ത് വെള്ളം വറ്റി ഇത് ഒട്ടിപ്പിടിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പരുവം അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്നപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഉപ്പിട്ടിട്ടില്ല എന്ന്. ആ സമയത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചു. ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ തുറന്നിടയ്ക്ക് നോക്കി, ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ വെന്തിട്ടില്ലായിരുന്നു. ഇനി ഒരു വേവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും അടച്ചു വെച്ചു. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴേക്കും അതൊന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊരു പരുവത്തിൽ കിട്ടി. പക്ഷേ അപ്പോഴും കുറച്ച് മോയ്സ്ചർ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുറന്ന് വെച്ചതിനെ കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുത്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തു. അതിനുശേഷം ലാസ്റ്റ് സാധാരണ ഉപ്പുമാവിന് ആഡ് ചെയ്യുന്ന പോലെ ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫ്ലേവറും ഒരു ടേസ്റ്റും ഒക്കെ ഒന്ന് കൂടും. പിന്നെ ടേസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കുറച്ച് ചെറിയ തേങ്ങയും കൂടെ ഞാൻ ആഡ് ചെയ്തു. സാധാരണ റവ ഉപ്പുമാവിന് വെർമിസലിക്കൊന്നും ഞങ്ങളിവിടെ തേങ്ങ ആഡ് ചെയ്യാറില്ല. പക്ഷേ ഇതിന് ഇച്ചിരി ടേസ്റ്റ് കുറവായിരിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു എന്നോ എനിക്ക് തോന്നി. അപ്പോൾ കുറച്ച് തേങ്ങ കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ലാസ്റ്റ് ഈ പരുവത്തിലാണ് കിട്ടിയത്. എല്ലാം കൂടി ഒരു കുഴഞ്ഞ ഒരു പരുവായി പോയി കേട്ടോ ലാസ്റ്റ്. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഗുണമുള്ള സാധനമാണല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചു. പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റ് അടുത്ത ദിവസമാണേ. കുറച്ച് ബാക്കിയുണ്ടായിരുന്നത് ഞാൻ നെക്സ്റ്റ് ഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തു. ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തപ്പോൾ നോക്കിയാൽ നല്ല തരിതരിയായിട്ട് കിട്ടി. കുറച്ച് അപ്പിയറൻസും ബെറ്ററായി, ടേസ്റ്റും ബെറ്ററായി. അപ്പോൾ എനിക്ക് മനസ്സിലായി തണുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി കഴിച്ചാൽ അടിപൊളിയായിരിക്കും.